എം.വി. ഗോവിന്ദ മാഷിന്റെ ഭാര്യ പി.കെ. ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായതാണത്രേ ഒരാൾ പാർട്ടി വിടാൻ കാരണം. സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിൽ ഒന്ന് അതാണത്രേ. നോക്കൂ, SFI, DYFI പോലുള്ള സംഘടനകളിലൂടെ കടന്നു വന്ന് പാർട്ടിയിലെത്തിയ ഒരാളാണ് പി.കെ. ശ്യാമള. അർഹതയും യോഗ്യതയുമുള്ള ഒരാൾ മറ്റൊരു പാർട്ടി സഖാവിന്റെ ബന്ധുവാണ് എന്നതിനാൽ മാറ്റി നിർത്തുക എന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രീതിയല്ല. എന്നാൽ ഇതിനെ വിമർശിക്കുന്ന കോൺഗ്രസ് അങ്ങനെയാണോ? രാജീവ് ഗാന്ധിന്റെ ഭാര്യ എന്നതിനപ്പുറം എന്ത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ പേരിലാണ് സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തെത്തിയത്? അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ കോൺഗ്രസിൽ കാണാനാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ വി.ഡി. സതീശന്റെ കോൺഗ്രസിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ കൂട്ടയടിയാണ് നടക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിക്കാനാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം ആഘോഷമാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഡോക്ടർ അരുൺ കുമാർ ഈ വിഷയം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പതിവ് തെറ്റിക്കാതെ ഇടങ്കോലിടാൻ വന്ന സ്മൃതി പരുത്തിക്കാടിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുമുണ്ട് ഡോക്ടർ അരുൺ കുമാർ. കോട്ട പിളരുന്നോ എന്നതാണ് ചോദ്യം. കോട്ട പിളരുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ആ ശബ്ദങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് പാർട്ടി പരിഹരിക്കുമെന്നുള്ളത്. ഇതിനേക്കാൾ വലിയ ശബ്ദങ്ങൾ കണ്ണൂർ കേട്ടിട്ടുണ്ട്. MV രാഘവൻ എന്ന് പറയുന്ന ഒരു വൻമരം ഇറങ്ങിപ്പോയ പാർട്ടിയാണ്. ആ പാർട്ടി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത് കണ്ടിട്ടുണ്ട്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ പാർട്ടി വിട്ടു പോകാറുണ്ട്. പാർട്ടി വിട്ടു പോയവരിൽ ചിലരെങ്കിലും ഗൗരിയമ്മയെ പോലെയുള്ളവർ പിന്നീട് തിരികെ വരികയും ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട്. സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഈ ശബ്ദം, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്തുകൊണ്ടാണ് TK ഗോവിന്ദനെ പോലെ 6 പതിറ്റാണ്ട് രാഷ്ട്രീയ പരിചയമുള്ള, പാർട്ടിയുടെ എല്ലാ ക്ലാസുകളിലും പാർട്ടിയുടെ എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കാളിയായൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിലോമ ശക്തികളെ ശക്തി കൊടുക്കും വിധത്തിലുള്ള പ്രസ്താവനയുമായി ഇറങ്ങുന്നതും ഒപ്പം വർഗ്ഗശത്രുക്കളെന്ന് ഒരു കാലത്ത് വിശേഷിച്ചിലൂടെ പിന്തുണ വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും? ഇത് തന്നെയാണ് G. സുധാകരന്റെ കാര്യത്തിലുമുള്ളത്. കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ മാത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അവിടെ പാർലമെന്ററി വ്യാമോഹമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണനെ തുണച്ചിരിക്കുന്നത്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി യുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത്, ഈ തളിപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൽ തുടങ്ങാം. തളിപ്പറമ്പിൽ എന്താ സംഭവിച്ചത്? ആരാണ് TK ഗോവിന്ദൻ? TK ഗോവിന്ദന് പാർട്ടി പദവികളൊന്നും നൽകിയിട്ടില്ലേ? നേരത്തെ സ്മൃതി അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. TK ഗോവിന്ദന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി നൽകിയ പദവികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിട്ട് TK ഗോവിന്ദനെയാണ് പരിഗണിച്ചത്. തീർന്നില്ല, ക്ലേസ് ആൻഡ് സിറാമിക്സിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പദവിയല്ല. ഇത് AC-യിൽ ഇരുന്ന് വളരെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ചെയർമാൻഷിപ്പുകൾ 3 എണ്ണമാണ്. ഒന്ന്, പരിയാരം മെഡിക്കൽ കോളേജ്. 2, ക്ലേസ് ആൻഡ് സിറാമിക്സ് ചെയർമാൻ. 3, ഹാൻവീവിന്റെ ചെയർമാൻ. ഇതൊക്കെ പാർട്ടിയാണല്ലോ കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട ഈ ചെയർമാൻ സ്ഥാനത്തേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കർഷകർക്കൊപ്പമുള്ള അവിടുത്തെ സാധാരണ പൊരുവയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. ഞാൻ പോയി പ്രവർത്തിച്ചുകൊള്ളാം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സമയത്ത് ഹാൻവീവിന്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും ക്ലേസ് ആൻഡ് സിറാമിക്സിന്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും എല്ലാം ഏറ്റെടുത്തതല്ലേ ഇദ്ദേഹം? തീർന്നില്ലല്ലോ, കേരള വികസന ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ ഒക്കെ ഭാരവാഹിത്വത്തിൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ TK രമണി, ഇത് വലിയ തമാശ എന്തെന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് PK ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വാദിച്ചു എന്ന് പറയുന്ന ഇതേ TK ഗോവിന്ദന്റെ ഭാര്യ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് ഇതേ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ. പാർട്ടിയല്ലേ? നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരിക്കൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ലേ TK രമണി? അത് സ്വന്തം ഭാര്യ തന്നെയല്ലേ? അപ്പൊ എന്താണ്? അപ്പം ഭർത്താവ് ഇരിക്കുമ്പോൾ എന്താ ഭാര്യ രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന നിലപാടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുക? ഭർത്താവ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഭാര്യ രാഷ്ട്രീയത്തിൽ വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റൂ? നമുക്കറിയാമല്ലോ വൃന്ദ കാരാട്ടിനെ കുറിച്ചാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുക? വൃന്ദ കാരാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായി എന്ന് പറയാൻ കഴിയുമോ? ജഹാംഗീറിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്ന വൃന്ദ കാരാട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗോഡ് ഫാദറിന്റെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ. വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് 3 ടേമിന് പിന്നാലെ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒരു ഗ്യാപ്പ് എടുക്കണം. ഭാര്യ ഭർത്താവും 2 വ്യക്തികളല്ലേ പാർട്ടിയെ സംബന്ധിച്ച്? അല്ല, അങ്ങനെയല്ല. ഞാൻ 3 ടേം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ഭാര്യയെ നിർദ്ദേശിക്കുന്നത് ആരാണ്? അത് കുടുംബാധിപത്യം എന്നുള്ളത് പാർലമെന്റിൽ സ്മൃതി കാര്യങ്ങൾ പറഞ്ഞല്ലോ. 7 പേർ എതിർത്തു, 3 പേർ രാഷ്ട്രീയവും തമ്മിലുള്ള 7 പേർ എതിർത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒന്നും അത് പാസ്സായി പോകത്തില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല.
ഭൂരിപക്ഷം ഒരു ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഭൂരിപക്ഷം എതിർത്ത ഒരു കാര്യത്തെ മുകളിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് പാർട്ടിയുടെ സംഘടനാ രീതി. അത് അദ്ദേഹം കൃത്യമായി മാറ്റി പറയുന്നത് ആണ് എന്റെ വിശ്വാസം. അതിന് തെളിവും ഒരു പക്ഷേ പാർട്ടിയുടെ ഘടകത്തിലുണ്ടാവും. എങ്ങനെയാണ് ഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുക? മുകളിൽ നിന്നല്ല നിർദ്ദേശം വന്നിരിക്കുന്നത്. എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ ഭൂരിപക്ഷ എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ടി കെ ഗോവിന്ദനെ പാർട്ടി ഈ തളിപ്പറമ്പിലെ MLA ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി ഒരു നേതാവും പിന്തുണച്ചിട്ടില്ല. ഒരു നേതാവും ലോക്കൽ കമ്മിറ്റിയിലാവട്ടെ മുകൾ തട്ട് വരെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെടുത്താൽ ടി കെ ഗോവിന്ദനെ പിന്തുണച്ചതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പോ തളിപ്പറമ്പിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അവിടെ എന്താ പ്രശ്നം? ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് MLA സ്ഥാനം. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് റദ്ദ് ചെയ്യുന്നത്? ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയർ ആയിരുന്നു എന്നുള്ളത് മറന്നു കളയും. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നു കളയും. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നു കളയും. ആരാ പി കെ ശ്യാമള? ഈ ഗോവിന്ദ മാഷിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഈ പി കെ ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. രണ്ടിടങ്ങളിലായിട്ടുണ്ട് അല്ലേ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് ടി കെ ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് പി കെ ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവർ SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടാണോ? അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്നും കരുതിയിട്ടാണോ? ടി കെ ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എപ്പോഴും ഭർത്താവിന്റെ പിന്നിൽ കെട്ടിയിടുക. നമ്മൾ സാധാരണ പറയും ഐശ്വര്യ റായ് അഭിഷേക് ബച്ചന്റെ ഭാര്യ എന്ന് പറയില്ലല്ലോ ആരും, അമിതാഭ് ബച്ചന്റെ മരുമകൾ എന്ന് പറയില്ലല്ലോ. ഐശ്വര്യയുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ CPM-ൽ വരുമ്പോഴോ, ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമ്പോഴോ, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് പുരുഷന്റെ അസ്തിത്വം പറയും. എന്നിട്ട് നമ്മൾ പറയും സ്ത്രീക്ക് പ്രാതിനിധ്യം കുറവാണ്. CPM-ൽ ഒരു സ്ത്രീ സാന്നിധ്യം അവിടെയുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിലാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ഘടകത്തിലാണ് എതിർപ്പ് അറിയിക്കുന്നത്. ഒരിക്കലും ഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ മേൽഘടകം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോ ഈ ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ ഉയർത്തിയതെന്നുള്ളതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദന്റെ ഈ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ അർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. 2, ഗോവിന്ദ മാഷിനെതിരെ ഹാപ്പിനെസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആരാ പറഞ്ഞത് അതിനകത്ത് അഴിമതി ഉണ്ടെന്ന്? ഏതെങ്കിലും ഒരു രേഖ പുറത്തുവിടാൻ പറ്റുമോ? കണക്ക് ഏതെങ്കിലും ഒന്ന്? ഒടുവിൽ ആ കണക്കിനെ കുറിച്ച് സ്പോൺസർഷിപ്പ് ആണോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു കണക്ക് എന്ന് കേൾക്കുന്നു, കേട്ട കാര്യം പറയുകയല്ല. ഒരു പാർട്ടി സെക്രട്ടറിക്ക് രേഖകളില്ലാതെ എങ്ങനെയാണ് പറയുക? ഓഡിറ്റ് നടത്താൻ പാർട്ടിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു പരിപാടി ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സമയത്ത് കണക്കുകളില്ലാതെ അഴിമതി നടത്തി എന്ന് പറയാൻ കഴിയുക? പാർട്ടിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി നടത്തിയ പരിപാടിയാണോ? അതാ പാർട്ടിയുടെ MLA അവിടെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പുകൾ വരുന്ന ഘട്ടത്തിലാണ് പല പരിപാടികൾ നടത്തുന്നത്. ഇതേ കാര്യമാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തൊരു തമാശ എന്താണെന്നറിയാമോ? ഇതേ കുഞ്ഞികൃഷ്ണനും മധുസൂദനന്റെ കണക്കുകൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, പക്ഷേ കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് മധുസൂദനന്റെ കണക്ക് ബോധ്യപ്പെട്ടില്ല. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. പാർട്ടി ബോധ്യപ്പെട്ട എല്ലാ തട്ടിലും അത് ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ നടപടിയും അവിടെ ഉണ്ടായി. എന്താണ്? കൃത്യസമയത്ത് അത് കൊടുക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും പിന്നീട് ഒരു നടപടി അവിടെ ഉണ്ടായി. ആ നടപടിക്ക് ശേഷം അതിനെ അംഗീകരിച്ച ആളാണ് കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം പിന്നീട് പുറത്തു വരുന്നത് എന്താ? അതാണ് മധുസൂദനുമായിട്ടുള്ള വ്യക്തിപരമായ ഈഗോ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ടി കെ ഗോവിന്ദന്റെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത്? വലതുപക്ഷത്തിന്റെ പിന്തുണയാണ്. എങ്ങനെയാണ് ഈ വലതുപക്ഷത്തെ കുഞ്ഞികൃഷ്ണന് പിന്തുണയ്ക്കാൻ പറ്റുക? കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? പ്രതിലോമ ശക്തികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞവരുടെ പിന്തുണ സ്വീകരിക്കാൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് പറ്റുക? ഇതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. 7 തവണ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമല്ലേ അവിടെ? അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത്? സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ജി സുധാകരൻ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരണു പോലും യോജിക്കാത്ത പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? അത് ഗോവിന്ദ മാഷിന് മാത്രം, അത് ടി കെ ഗോവിന്ദന് മാത്രമല്ല ഉള്ളത്, അത് കുഞ്ഞികൃഷ്ണനുണ്ട്, അത് ജി സുധാകരനുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. രണ്ടാമത്തെ കാര്യം തീർന്നില്ല, ഒരു കാര്യം കൂടി സമയം തരാം, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇവരെല്ലാം ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ആയിപ്പോ കോൺഗ്രസിന്. ജി സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, കുഞ്ഞികൃഷ്ണൻ ഉത്തമനും മഹാനുമായ കമ്മ്യൂണിസ്റ്റ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്.
അതിനുശേഷം ഇപ്പോൾ ടി കെ ഗോവിന്ദനെ കുറിച്ച് ഏറ്റവും 6 പതിറ്റാണ്ടിന്റെ കാലത്തിന്റെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. ഒരു കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോൺഗ്രസ്സുകാരന് ബോധ്യപ്പെടാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കാലത്തിന്റെ യവനികയ്ക്കുള്ളിലേക്ക് പറയണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരണം. ഒന്നുകിൽ കാലൻ വന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ സമയത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിളിക്കണം. ആ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. എത്ര മുദ്രാവാക്യങ്ങൾ കേട്ടതാ. ഈ ഗൗരിയമ്മയെ ആദ്യം വിളിച്ച വാക്കെന്താ? എന്തായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം? ഗൗരി ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്ന് വിളിച്ചതാരാ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ ഗൗരിയമ്മയെ പാർട്ടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും, പറയുന്നു പോരാളിയായ ഗൗരിയമ്മ എന്ന് പറയുന്നു. AKGയെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്തി എന്ന് ചോദിക്കുന്ന പാർട്ടി AKGയുടെ മരണശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര ചാർത്തി കൊടുക്കുക. ഇത് തന്നെയല്ലേ VS-ന്റെ കാര്യത്തിലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിലെ നേതാക്കളെ അധിക്ഷേപിക്കുകയും അതിനുശേഷം പിന്നീട് ഒന്നുകിൽ കാലയവനികയ്ക്കുള്ളിൽ മറയുമോ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ ഇതാണ് ഇവിടെയും അതല്ലാതെയും പിണറായി വിജയൻ പറഞ്ഞില്ല ഉമ്മൻചാണ്ടിയെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം അത് ഇപ്പോഴത്തെ സമയത്ത് വലതുപക്ഷം എന്ന് കോൺഗ്രസിനെ വിളിക്കുമ്പോൾ യഥാർത്ഥ വലതുപക്ഷം അവിടെ ചിരിക്കുന്നു. വലതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. കണക്ക് പറഞ്ഞു തീർന്നോട്ടെ. എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ കണക്ക് ബോധ്യപ്പെടാതെ മധുസൂദനെതിരെ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണേട്ടൻ ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നു. ആ കോൺഗ്രസ് വയനാട്ടിൽ പിരിച്ച പണം എത്രയാണെന്നോ അതിന്റെ ആപ്പ് നാട്ടിലെ മുഴുവൻ കണക്കുകളും കൊണ്ടുവരും. നമ്മൾ ഒരു പ്രദേശത്തെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് പാർട്ടി മറുപടി പറയാത്തപ്പോൾ അങ്ങ് കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തു കൊണ്ടിരിക്കുകയാണ്. മധുസൂദനൻ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച കണക്കിൽ ബോധ്യപ്പെടാത്ത കുഞ്ഞികൃഷ്ണൻ പോയി ചേർന്നിരിക്കുന്നത് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നതിന്റെ പേരിൽ പൊതുപണം പിരിച്ച് അവിടെ ഒരു വീട് പോലും തറക്കല്ല് പോലും ഇടാതെ അവിടുത്തെ അടിസ്ഥാനം വീടിന് തറക്കല്ലിട്ടു. അവിടെ ഒരു ശിലാപലക കൊണ്ടുവച്ചു. ഇപ്പൊ ശിലാപലകവും കാണാനില്ല ആ സ്ഥലത്ത്. അവിടെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ ആപ്പ് നിർമ്മിക്കുന്നു പറഞ്ഞ ആപ്പും കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പിന്തുണയാണ് സ്വീകരിക്കുന്നത്. അതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.